ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉള്ളി റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചു. അതിനുശേഷം ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുക് പൊട്ടിയപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി എണ്ണയിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒട്ടും കേട് വരില്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഈ ഒരു കളറിലാവുന്ന സമയത്ത് 4 ഭാഗത്തേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കപ്പലമുളകും അതുപോലെ പിന്നെ ഉള്ളിയും, അതായത് വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇടുക. ഒരു മുളക് മതി കേട്ടോ, പച്ചമുളക് മതി. അത് കീറിയിട്ട് അതും കൂടി ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു നുള്ളു മുളക് പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ളു പൊടിയുപ്പ്. അതുപോലെ അതിനോടൊപ്പം തന്നെ തക്കാളി ഇട്ടിട്ട് വഴറ്റി വരുന്ന സമയത്ത് ഒരു നുള്ളു വാളംപുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഒരു പൊട്ട് ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുക കേട്ടോ. ഈ കറി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ആവണ്ടേ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഇതാണ്ടോ ഈ ഒരു വറ്റുന്ന ടൈമിന് നമുക്കതൊരു പാത്രത്തിലേക്ക് ആക്കുക. അപ്പോൾ ഓക്കേ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ